നവാസ് അവസാനമായി റഹീനയ്ക്ക് അയച്ചു കൊടുത്ത വീഡിയോ എന്ന് പറഞ്ഞു മക്കൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അതൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ നല്ല മനോഹരമായി തന്നെ അദ്ദേഹം പാട്ട് പാടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. നവാസ് നന്നായി പാട്ട് പാടുമെങ്കിലും അവസാനമായി റഹീനയ്ക്ക് അയച്ചു കൊടുത്ത പാട്ട് എല്ലാവരെയും ദുഃഖിപ്പിക്കുകയാണ്. മധുരം ജീവാമൃത ബിന്ദു എന്ന ഗാനമാണ് ഇപ്പോൾ അദ്ദേഹം പാടി അയച്ചിരിക്കുന്നത്. ഏകദേശം 2 മിനിറ്റോളം അദ്ദേഹം ഇതിനകത്ത് പാടിയിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് വന്ന് അദ്ദേഹം വിശ്രമിക്കുന്ന വേളയിലാണ് ഈ പാട്ട് പാടി അയച്ചത്. മരണത്തിൻ്റെ തലേ ദിവസം പോലും നവാസ് അയച്ചു കൊടുത്ത വീഡിയോയിൽ റഹീനയ്ക്ക് സങ്കടം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. എന്ത് പറഞ്ഞാലാണ് ആശ്വസിക്കാനാവുക, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലാണ് ആശ്വസിപ്പിക്കാനാവുക, അതിപ്പോഴും കൃത്യമായി ആർക്കും മനസ്സിലാകുന്നില്ല. ഇങ്ങനൊരു മനുഷ്യനായിരുന്നല്ലോ വിട്ടുപോയത് എന്നാലോചിക്കുമ്പോഴാണ് സങ്കടം. ഭാര്യയും മക്കളെയും എല്ലാവരെയും പുണ്യം പോലെ കൊണ്ടു നടന്നിരുന്നൊരു മനുഷ്യൻ. അതുതന്നെയാണ് ഏറ്റവും വലിയ വേദനയും. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും എടുത്തു പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. ആരാധകർക്കത് മനസ്സിലാകുന്നുമുണ്ട്. മധുരം ജീവാമൃത ബിന്ദു എന്ന ഗാനം പാടി മരണത്തിന് തലേ ദിവസം നവാസ് അയച്ചു കൊടുത്ത വീഡിയോ ഇപ്പോഴും റഹീന നിധി പോലെയാണ് സൂക്ഷിക്കുന്നത്. റഹീന ഇപ്പോൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. മരിക്കുന്നതിന് തലേ ദിവസം നവാസ് അയച്ചു കൊടുത്ത ഇത്തരം വീഡിയോകൾ ഒരുപാടുണ്ട്. അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങൾ, അവിടുത്തെ ഓരോ ചിത്രങ്ങൾ, അപ്പോഴപ്പോഴായി പകർത്തുന്ന പല വീഡിയോകൾ, റഹീനയ്ക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, റഹീനയ്ക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ, ഇതെല്ലാം തന്നെ സൂക്ഷിച്ച് ചിത്രങ്ങളാക്കി നവാസ് റഹീനയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഇടവേളകളിൽ ഇത്തരം പാട്ടുപാടി റഹീനയ്ക്ക് അയച്ചു കൊടുക്കും. റഹീനയ്ക്കത് വളരെയധികം കേൾക്കാൻ ഇഷ്ടമാണ്. റഹീനയും ഇതുപോലെ ഇടവേളകളിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് നവാസിനും അയച്ചു കൊടുക്കും. അത്രമേൽ സന്തോഷത്തിലായിരുന്നു ആ കുടുംബം. മറ്റല്ലാതെ എന്ത് പറയാനാണ്. ഓരോ തവണയും അത്രമാത്രമായിരുന്നു ദൈവം അവരെ അടുപ്പിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇങ്ങനെ അകലാകനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ദൈവമേ ഇങ്ങനൊരു ചതി? ഇത് മാത്രമേ എല്ലാവർക്കും ചോദിക്കാനുള്ളൂ. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയും ഇത് തന്നെയാണ്. ആരാധകർക്ക് ഇത് വേഗം മനസ്സിലാകുന്നുണ്ട്. പ്രേക്ഷകർ ഇത് വളരെ കൃത്യമായി ഏറ്റെടുക്കുന്നുണ്ട്. കാരണം ഓരോ തവണയും റഹീനയെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയെ ഇത് മാറുന്നു ചെയ്യുന്നു. ആരാധകർ വളരെയധികം കൃത്യമായി ഇത് ഏറ്റെടുക്കുകയും അതേപോലെ പറയുകയും ചെയ്യുകയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. എല്ലാവർക്കും റഹീനയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും തന്നെയാണ് ഇപ്പോഴുള്ളത്. റഹീനയും മക്കളും നന്നായി ജീവിക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം, അവർക്ക് വേണ്ട പിന്തുണ നൽകണം. അതായിരുന്നു നവാസ് ആഗ്രഹിച്ചതുപോലെ അവർ ജീവിക്കണം. ഒരിക്കലും നവാസിന് പകരമാകില്ല ആരും എന്തൊക്കെ ചെയ്താലും നവാസിനുള്ള സ്നേഹം പോലെ ആകില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും റഹീനയും ആ കുടുംബവും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. നവാസിൻ്റെ സ്നേഹം അതുതന്നെയാണ് അവർക്ക് നൽകാൻ കഴിയുന്നത്. നവാസിന് പകരമാകില്ലെങ്കിലും നവാസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമല്ലോ എന്നൊരു ആത്മവിശ്വാസമാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.